സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജി മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. ഒരു മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചത് 6 പേർ. പോലീസ് കസ്റ്റഡി മർദ്ദനം തുടർക്കഥയാകുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കരിക്ക് കൊണ്ടുള്ള മർദ്ദനത്തിനിരയായ മധ്യവയസ്കൻ ഇപ്പോഴും ചികിത്സ തുടരുന്നു. 2 വാരിയലുകൾ പൊട്ടിയ അരിമ്പൂർ സ്വദേശി സുനിൽകുമാറും ഇപ്പോഴും ചികിത്സയിലാണ്. കുറുക്കഞ്ചേരി കൃഷിഭവന് മുൻപിലെ ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് ബോർഡ് സാമൂഹ്യ വിരുദ്ധർ തകർത്തു. സംഭവത്തിൽ നെടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ റാപ്പർ വേടന്റെ സഹോദരൻ. വേടനെതിരെ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യം. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ശ്രമമെന്നും പരാതിയിൽ സഹോദരൻ. അന്തിക്കാട് കോൾപ്പാട ശേഖരങ്ങളെ കടഭാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. പുനർനിർമ്മാണം നടക്കാത്തതിനാൽ ആശങ്കയോടെ കർഷകർ. പന്നിയങ്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പരാതി നൽകി. ദേശീയപാത അതോറിറ്റിക്കും കളക്ടർക്കുമാണ് പരാതി നൽകിയത്. ഓണം കഴിഞ്ഞതോടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞതും ആവശ്യക്കാർ കുറവായതും കർഷകരെ ദുരിതത്തിലാക്കുന്നു. പതിവില്ലാത്ത വിധം മഴ നീണ്ടുനിന്നത് കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായ 47 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 6 പേർ മരിച്ചതായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്ക ഉയർത്തുകയാണ്. എങ്ങനെയാണ് ഈ രോഗം ബാധിക്കുന്നത്? ലക്ഷണങ്ങൾ എന്തെല്ലാം? ചികിത്സാവിധികൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടന്നാണ് രോഗം ബാധിക്കുന്നത്. 97% മരണനിരക്കുള്ള രോഗമാണിത്. രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. അണുബാധ ഉണ്ടായാൽ 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത, നിഷ്ക്രിയരായി കാണപ്പെടുക, സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവ കാണാറുണ്ട്. രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ തേടണം. നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് PCR പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അമീബയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന 5 മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ. വേഗത്തിൽ മരുന്നുകൾ നൽകി തുടങ്ങിയാൽ രോഗം ഭേദമാകും. ന്യൂസ് ഡെസ്ക് TCV. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ മുൻ CIയുടെ നേതൃത്വത്തിൽ നടന്ന കരിക്ക് കൊണ്ടുള്ള മർദ്ദനത്തിൽ അരിമ്പൂർ വെളുത്തൂരിലെ 51-കാരനായ സുനിൽകുമാറിന്റെ 2 വാരിയലുകൾ പൊട്ടിയിട്ട് 1 വർഷത്തിലധികമായി. സംഭവത്തിൽ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്കെല്ലാം നൽകിയ പരാതികൾ വിഫലം. അരിമ്പൂർ വെളുത്തൂർ സ്വദേശി വടക്കുംതല വീട്ടിൽ സുനിൽകുമാറിനെ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ വെളുത്തൂർ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളയ്ക്കിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. സുനിൽകുമാറിന്റെ സഹോദരി പുത്രനടക്കം 15ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അന്തിക്കാട് ഇപ്പോഴത്തെ സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ സമീപത്തുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലെത്തിച്ച് കരിക്ക് തുണിയിൽ കെട്ടി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. തന്നെ CI വിനീഷും പോലീസുകാരനായ അനൂപും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സുനിൽകുമാറിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. നെഞ്ചിലും മുഖത്തും മർദ്ദിച്ചുവെന്നും കരിക്ക് തുണിയിൽ പൊതിഞ്ഞ് 7 തവണ ഇടിച്ചുവെന്നുമാണ് പരാതിയിലുള്ളത്. പോലീസ് വിട്ടയച്ച ശേഷം സുനിൽകുമാർ അടക്കം 6 പേർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. 2 വാരിയലുകൾ തകർന്നതായും ശ്വാസകോശത്തിന് തകരാറ് വന്നതായും സുനിൽകുമാർ പറഞ്ഞു. ഗാനമേള നടക്കണ്ടായിരുന്നു. പൂരായിരുന്നു നമ്പൂർക്ക് വേലയിലായിരുന്നു. ആ ഗാനമേളയിൽ എൻ്റെ പെങ്ങളെ കുട്ടീനെ അവിടുത്തെ ഒരു SI ചവിട്ടണ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സാറേ പ്രശ്നം എന്ന് വെച്ചപ്പോൾ, നീ ആരുണ്ടാ, നീ കയറ ജീപ്പിൽ എന്ന് പറഞ്ഞ് എൻ്റെ ഷർട്ട് വലിച്ച് കീറി, ബ്ലാക്ക് ഷർട്ടായിരുന്നു, അത് ഇപ്പോഴും അവിടെ ഉണ്ട്. ആ വലിച്ച് കീറി എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. എൻ്റെ പെങ്ങളെ മോനും വേറൊരു പയ്യനും കൊണ്ടുപോയി. രാത്രി ഞങ്ങളെ എൻ്റെ പെങ്ങളെ മോനെയും കൊണ്ടുപോയിട്ട് ഇരുട്ട് റൂമിൽ പോയിട്ട് ഒരു അനൂപ് സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആളുണ്ടായിരുന്നു. അപ്പോൾ കരിക്ക് പൊതിഞ്ഞ് കെട്ടി ഞങ്ങളെ അതിക്രൂരമായി മർദ്ദിച്ചു. അതിലെൻ്റെ ലെൻസിനൊക്കെ ഞാൻ എൻ്റെ പുറത്തിടിച്ചു. പിന്നെ കുറേ ഇടികൾ അദ്ദേഹം ഇടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലായി. പിന്നെ ലെൻസിൻ്റെ ഞാൻ സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്ത്. അപ്പോൾ എല്ലിന് 2 എല്ലിന് വാരിൽ 2 പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലെൻസ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ലെൻസിന് കംപ്ലൈൻറ്റ് ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്നില്ല.
പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. ഇപ്പോൾ പിക്കപ്പ് വാൻ ഡ്രൈവറായ സുനിൽകുമാറിന് കൂടുതൽ സമയം ഡ്രൈവ് ചെയ്യുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ പതിവാണ്. മർദ്ദനത്തെക്കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും നീതി കിട്ടാത്തതിലുള്ള നിരാശയിലും ദുഃഖത്തിലുമാണ് സുനിൽകുമാർ. TCV തൃശൂർ. കുറുക്കഞ്ചേരി കൃഷിഭവന് മുൻപിലെ ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് ബോർഡ് സാമൂഹ്യവിരുദ്ധർ തകർത്തു. സംഭവത്തിൽ നെടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓപ്പൺ ജിം പാർക്കിലെ ഹൈമാസ്റ്റ് ലൈറ്റ് പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ഐ ലവ് കുറുക്കഞ്ചേരി എന്ന ലൈറ്റ് ബോർഡാണ് ഇന്ന് രാവിലെ തകർത്ത നിലയിൽ കാണപ്പെട്ടത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 17-നാണ് തൃശൂർ കോർപ്പറേഷൻ കുറുക്കഞ്ചേരി ഡിവിഷനിലെ ഈ ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ലൈറ്റ് ബോർഡാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് തകർത്തതെന്നാണ് സൂചന. അതേസമയം ഓപ്പൺ ജിം പാർക്കിലെ വ്യായാമ ഉപകരണങ്ങൾക്കൊന്നിനും കേടുവരുത്തിയിട്ടില്ല. ലൈറ്റ് ബോർഡ് പ്രകാശിക്കുമ്പോൾ മനോഹര കാഴ്ചയായിരുന്ന ഇവിടം ഒരു സെൽഫി കോർണറായി മാറിയിട്ടുണ്ടായിരുന്നുവെന്ന് ഡിവിഷൻ കൗൺസിലർ വിനീഷ് തയ്യിൽ പറഞ്ഞു. കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. ഇതൊക്കെ വെട്ടി വെടുപ്പാക്കി നഗരത്തിന് ഒരു സൗന്ദര്യവൽക്കരണം നടത്തിയതിന് ശേഷമാണ് നമ്മളിവിടെ ഓപ്പൺ ജിം സ്ഥാപിച്ചത്. രാത്രി 10 മണി വരെ ഇവിടെ ഈ ജിമ്മിൽ സ്ത്രീകളും പുരുഷന്മാരും ഇത് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നത് കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം ഈ വികസന വിരോധികളായ ആളുകൾ ഇന്നലെ രാത്രി ലൈറ്റ് ബോർഡാണ് ഇന്നലെ രാത്രി തകർക്കപ്പെട്ടത്. ഏകദേശം ഞാൻ രാത്രി 12 മണിക്ക് ഇതിൽ പോകുമ്പോൾ ഇത് കത്തിട്ടുന്നുണ്ടായിരുന്നു. പുലർച്ചെ 5 മണിക്ക് ജിമ്മിൽ വരുമ്പോൾ അതിൻ്റെ മധ്യത്തിലാണ് ഇത് തകർത്തിട്ടുള്ളത്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്ന ഈ സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞ മാസം ഓപ്പൺ ജിം പാർക്കും ലൈറ്റ് ബോർഡും സ്ഥാപിച്ചതോടെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ വ്യായാമത്തിനും മറ്റുമായി വരാൻ തുടങ്ങിയിരുന്നു. സംഭവത്തിൽ ഡിവിഷൻ കൗൺസിലർ വിനേഷ് തയ്യിൽ നൽകിയ പരാതിയെ തുടർന്ന് നെടുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. TCV തൃശൂർ. റാപ്പർ വേടനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി. അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് ആവശ്യം. വേടനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായി പരാതിയിൽ പറയുന്നു. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ഇതിലൂടെ ശ്രമമെന്നും പരാതിയിൽ വ്യക്തമാക്കി. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. പുനർനിർമ്മാണം നടക്കാത്തതിനാൽ ആശങ്കയോടെ കർഷകർ. കൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി വിത്തുൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകേണ്ടത് ഈ പാലത്തിലൂടെയാണ്. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി അന്തിക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ നിരവധി തവണ KLDCയെ സമീപിച്ചെങ്കിലും പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അന്തിക്കാട് പടവ് സെക്രട്ടറി VK ശരത് പറഞ്ഞു. KLDC ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ KLDC എല്ലാ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് KDയുടെ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞ് അതിൽ ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഇത് പാസ്സാക്കാവുന്ന വിഷയമുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ അതിന് നടപടികളായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഊഹിച്ചിട്ട് മണ്ണിട്ട് KLDC ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെയ്തു തന്നാലും അത് ചിലപ്പോൾ സ്ഥിരം സംവിധാനമായി മാറും. ആ പാലത്തിൻ്റെ പണി തൽക്കാലം അപ്പോൾ നിന്നു പോകും. പാലവുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും നൽകിയെന്നും ഇനി നടപടി സ്വീകരിക്കേണ്ടത് KDA ആണെന്നുമാണ് KLDC അധികൃതർ പറയുന്നത്. നാട്ടുകാരനായ റവന്യൂ മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവരെ കണ്ട് ആവശ്യമുന്നയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പാടശേഖരത്തിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധന സാമഗ്രികളും കൊണ്ടുപോകേണ്ടത് ഈ പാലം വഴിയാണെന്നതിനാൽ കൃഷിപ്പണി തുടങ്ങിയാൽ ഓവ് വെച്ച് മുകളിൽ മണ്ണിട്ടുറപ്പിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ച് പ്രദേശം വെള്ളക്കെട്ടിലാകുന്ന സ്ഥിതിയുണ്ടാകും. ആയതിനാൽ എത്രയും വേഗം പാലം പുനർനിർമ്മിച്ച് ആശങ്ക ഒഴിവാക്കണമെന്നാണ് കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. TCV തൃശൂർ. പന്നിയങ്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി ദേശീയപാത അതോറിറ്റിക്കും കളക്ടർക്കും പരാതി നൽകി. പന്തലാമ്പാടം ജനകീയ സമിതിയാണ് പരാതി നൽകിയത്. വടക്കഞ്ചേരി, പന്തലാമ്പാടം, ചുവട്ടുപാടം, വാണിയമ്പാറ എന്നിവിടങ്ങളിലെ സർവീസ് റോഡും മേൽപ്പാലത്തിന്റെയും പണികൾ പൂർത്തീകരിക്കാത്ത ടോൾ പിരിവ് നടത്തുന്നത് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പന്തലാമ്പാടം ജനകീയ സമിതി ദേശീയപാത അതോറിറ്റിക്കും കളക്ടർക്കും പരാതി നൽകിയത്. നിലവിലെ റോഡിന്റെ അവസ്ഥ പരിതാപകരമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഓണം കഴിഞ്ഞതോടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞതും ആവശ്യക്കാർ കുറവായതും കർഷകരെ ദുരിതത്തിലാക്കുന്നു. ഏറെ പ്രതീക്ഷകളോടെ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്ത കർഷകരാണ് ഉൽപ്പന്നത്തിന് ന്യായവില കിട്ടാതെ കണ്ണീരിലായത്. ഓണക്കാലത്ത് മികച്ച വില പ്രതീക്ഷിച്ചാണ് മലയോരത്തുള്ള പച്ചക്കറി കർഷകർ ഇക്കുറി പയർ, കുക്കുംബർ, വെണ്ട, വഴുതന തുടങ്ങിയ ഇനങ്ങൾ കൃഷി ചെയ്തത്. പതിവില്ലാത്ത വിധം മഴ നീണ്ടുനിന്നത് കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. കർക്കിടകം അവസാനത്തോടെ മഴ കുറഞ്ഞ് വെയിൽ തെളിയുമ്പോഴാണ് പയർ, വെണ്ട, കുക്കുംബർ തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ വിളയാറുള്ളത്. എന്നാൽ ചിങ്ങമെത്തിയിട്ടും നിലയ്ക്കാതെ പെയ്ത മഴ കാർഷികോൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചു.
ഓണത്തിനു മുൻപ് വിളവെടുപ്പിന് പാകമാകേണ്ട ചെടികളിൽ കായ്കൾ വിളഞ്ഞത് ഓണം കഴിഞ്ഞാണെന്ന് കർഷകനായ കടമ്പോട് സ്വദേശി ലോനായി കോപ്ലി പറഞ്ഞു. ഓണത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പട്ടലും ഇതൊക്കെ മേടിച്ച് വലയൊക്കെ മേടിച്ച് കൃഷി ചെയ്തു. 1.5 ലക്ഷം രൂപ ചിലവുണ്ട്. ഓണം കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. പയറായി തുടങ്ങിയത്. ഓണം അത് കാരണം കൊണ്ട് ഓണത്തിന് ഉൾപ്പെടെ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഒരു വാല്യൂ ഇല്ല, ഒന്നുമില്ല. ആകെ നഷ്ടത്തിലേക്കാണ് കാണുന്നത്. 1.5 ലക്ഷം രൂപയാണ് ഞാൻ ചിലവ് ചെയ്തിരിക്കുന്നത്. ഓണം കഴിഞ്ഞതോടെ മഴ മാറി വെയിൽ തെളിഞ്ഞപ്പോൾ പയറും കുക്കുംബറും പോലുള്ള പച്ചക്കറി ഇനങ്ങൾ ധാരാളമായി ലഭിക്കുന്നുണ്ടെങ്കിലും ആവശ്യക്കാരും വിലയും കുറഞ്ഞതിനാൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്നില്ലെന്ന് ലോനായി പറഞ്ഞു. കുക്കുംബർ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അത് മാർക്കറ്റിൽ കൊണ്ടുകൊടുത്താലും കടയിൽ ആർക്കും വേണ്ട. ഒരു 500 കിലോ കുക്കുംബർ ചെയ്യാൻ പൊട്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു 1.5 ഇട്ട്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടിട്ട് വെറുതെയും കൊടുക്കുന്നുണ്ട്, പല രീതിയിലും കൊടുക്കുന്നുണ്ട്. പയറും ഒരുപാട് വില കുറവാണ്. 30 രൂപ 40 രൂപയ്ക്കാണ് അവർ പറയുന്നത്. ഓണത്തിന് 100 രൂപ ഉണ്ടായതാണ് പയർ. 1 കിലോ പയർ പോലും കിട്ടിയില്ല. ഓണക്കാലത്ത് കിലോഗ്രാമിന് 100 രൂപയുണ്ടായിരുന്ന പയറിന്റെ വില 30 കുറഞ്ഞു. കുക്കുംബറിന് 10 രൂപ പോലും കിട്ടാത്ത അവസ്ഥയാണ്. 1/2 ഏക്കർ സ്ഥലത്ത് ഹൈബ്രിഡ് ഇനത്തിലുള്ള പയറും കുക്കുംബറും കൃഷി ചെയ്ത ലോനായിക്ക് 1.5 ലക്ഷം രൂപയോളം കൃഷി ചെലവ് വന്നിട്ടുണ്ട്. വർഷങ്ങളായി നേന്ത്രവാഴയും പച്ചക്കറിയും കൃഷി ചെയ്തു പോരുന്ന തനിക്ക് ഇത്തരമൊരു തിരിച്ചടി ആദ്യമാണെന്നും ലോനായി കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, കൊടകര. സംസ്ഥാനത്ത് നടപ്പിലാക്കിയ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ അവലോകന യോഗം തൃശൂരിൽ നടന്നു. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ബിരുദ പ്രോഗ്രാമുകളെ മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമുകളായി പുനഃക്രമീകരിക്കാൻ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കഴിഞ്ഞ വർഷം അക്കാദമിക് കലണ്ടർ അനുസരിച്ച് പരീക്ഷയും ഫലപ്രഖ്യാപനവും നടത്താൻ സാധിച്ചു. സമാനമായ രീതിയിൽ മുന്നോട്ടു പോകും. ചോദ്യബാങ്ക് തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തവണ നവംബർ 3 മുതൽ 18 വരെയുള്ള തീയതികളിൽ 1-3 സെമസ്റ്റർ പരീക്ഷകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഡിസംബർ 15-നകം അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യ ബാങ്കുകൾ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർവകലാശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. ചോദ്യ ബാങ്ക് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് AI സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടും യോഗത്തിൽ ചർച്ചകൾ ഉണ്ടായി. സിലബസ് പരിഷ്കരണത്തിനൊപ്പം AI ഉൾപ്പെടെയുള്ള പഠന രീതികളെക്കുറിച്ചും അധ്യാപകർക്ക് ഡിസംബറിനകം പരിശീലനം നൽകും. സംസ്ഥാന തലത്തിൽ എന്ന പോലെ എല്ലാ മാസവും സർവകലാശാലാ തലത്തിലും അവലോകനം നടത്തും. വിദ്യാർത്ഥികളുടെ പരാതികളും ആശങ്കകളും പരിഹരിച്ച് മുന്നോട്ടു പോകും. 4 വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരാതികളോ ആശങ്കകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സമയബന്ധിതമായിട്ട് പരിഹരിക്കുന്നതിനുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ എല്ലാ തലങ്ങളിലും ഉറപ്പാക്കിയിട്ടുണ്ട്. NCC, NSS തുടങ്ങിയവയെ വാല്യൂ ആഡഡ് കോഴ്സുകളാക്കി അതിലെ വിദ്യാർത്ഥികൾക്ക് ക്രെഡിറ്റ് നേടാൻ അവസരമൊരുക്കും. എല്ലാ കോളേജുകളിലും സർവകലാശാലകളിലും നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ രൂപീകരിച്ച് ക്രെഡിറ്റ് ലിങ്ക്ഡ് ഹ്രസ്വകാല നൈപുണ്യ കോഴ്സുകൾ ഉറപ്പുവരുത്തും. ഓൺലൈൻ കോഴ്സുകൾക്കായി K-Learn എന്ന പേരിൽ പ്ലാറ്റ്ഫോം ഒരുക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ലഭ്യമാക്കാൻ പോർട്ടൽ ഉടൻ സജ്ജമാക്കും. എന്നിവയാണ് യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളും ധാരണകളും. 3 തരത്തിലുള്ള ഇന്റേൺഷിപ്പ് സൗകര്യങ്ങൾ അതിലൂടെ ലഭ്യമാകും. സമ്പൂർണമായും സൗജന്യമായുള്ള ഇന്റേൺഷിപ്പ്, സ്റ്റൈപ്പൻഡോട് കൂടിയിട്ടുള്ള ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പ്, അങ്ങനെ 3 തരത്തിലുള്ള ഇന്റേൺഷിപ്പുകൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് ആ ഇന്റേൺഷിപ്പ് പോർട്ടൽ തയ്യാറാക്കുന്നത്. വിഷൻ 2031 ഭാഗമായി ഒക്ടോബർ 18 കോട്ടയത്ത് വെച്ച് സെമിനാർ സംഘടിപ്പിക്കും. ദേശീയതലത്തിൽ മികച്ച നേട്ടം കൈവരിച്ച സർവകലാശാലകളെയും കോളേജുകളെയും തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന എക്സലൻഷ്യ പരിപാടിയിൽ വച്ച് അഭിനന്ദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. TCV, തൃശൂർ. തനിച്ച് താമസിക്കുന്ന റിട്ടയർഡ് CISF ഉദ്യോഗസ്ഥനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളത്തോൾ നഗർ സ്വദേശി കോടാങ്കിൽ വീട്ടിൽ 72 വയസ്സുള്ള വിജയനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാഞ്ഞാണിയിൽ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. വാടാനപ്പള്ളിയിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സിൽ വെങ്കിടങ്ങ് ഭാഗത്ത് നിന്ന് വന്ന കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ പട്ടാമ്പി സ്വദേശികളായ 2 പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞാണി ജംഗ്ഷനിൽ രാത്രിയിൽ സിഗ്നൽ ലൈറ്റ് പ്രകാശിക്കാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു.
ഓണം കഴിഞ്ഞിട്ടും പണം അടയ്ക്കാത്തതിനാൽ മാള അന്നമനട പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം ജല അതോറിറ്റി വീണ്ടും നിർത്തി. ഓണത്തിന് മുൻപ് കുടിവെള്ള വിതരണം നിർത്തിവെച്ചുവെങ്കിലും മന്ത്രിയുടെ ഓഫീസും ഉന്നത ഉദ്യോഗസ്ഥരും ഇടപെട്ട് പുനഃസ്ഥാപിച്ചിരുന്നു. ഓണം വരെ സാവകാശം അനുവദിച്ചതാണ് കുടിവെള്ളം വിതരണം ചെയ്തത്. ഓണത്തിന് ശേഷം കുടിശ്ശികയിലേക്ക് 1.5 ലക്ഷം രൂപ കൂടി മാള പഞ്ചായത്ത് അടച്ചിട്ടുണ്ട്. ഇനി 3 ലക്ഷത്തിലധികം രൂപ അടച്ചാൽ മാത്രമേ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്ന് ജല അതോറിറ്റി വ്യക്തമാക്കുന്നു. പട്ടികജാതിക്കാരനായതിന്റെ പേരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് മേളം അവതരിപ്പിക്കാൻ ഇനിയും അനുമതിയില്ലാത്ത പെരിങ്ങോട് ചന്ദ്രന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുരസ്കാരം. 2025 ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാപുരസ്കാരമാണ് പഞ്ചവാദ്യ തിമില കലാകാരൻ പെരിങ്ങോട് ചന്ദ്രന് സമർപ്പിക്കുക. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 14-ന് ദേവസ്വം മന്ത്രി VN വാസവൻ പുരസ്കാരം നൽകും. പെരിങ്ങോട് ചന്ദ്രൻ നേരിട്ട അവഗണനയെക്കുറിച്ച് 8 വർഷം മുമ്പ് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. റോഡരികിൽ കേബിളുകൾ സ്ഥാപിക്കുന്നതിനിടെ തകർന്ന റോഡ് ഒടുവിൽ അറ്റകുറ്റപ്പണി നടത്തി. 8 മാസം മുൻപാണ് കാട്ടാക്കാമ്പൽ മേഖലയിൽ റോഡരികിൽ യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് കേബിളുകൾ വലിച്ചത്. കേബിളുകൾ സ്ഥാപിച്ചതിന് ശേഷം കുഴി മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. കനത്ത മഴയിൽ മണ്ണ് ഒലിച്ചു പോയതോടെ റോഡരികിൽ വലിയ കുഴിയായി. അപകടം പതിവായതോടെ നാട്ടുകാർ മണ്ണിട്ട് പലപ്പോഴും കുഴി അടച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ഇത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഒല്ലൂർ ഫാത്തിമ റോഡിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ ആൾ അവശനിലയിൽ കിണറിനുള്ളിൽ കുടുങ്ങി. അരമണിക്കൂറോളം കുടുങ്ങിക്കിടന്നയാളെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. ചെങ്ങാലൂർ സ്വദേശി ഷാജുവിനെയാണ് സുരക്ഷിതമായി പുറത്തെത്തിച്ചത്. ഇടപ്പള്ളി മാത്യു എന്നയാളുടെ വീട്ടിലെ കിണർ വൃത്തിയാക്കാനാണ് ഷാജു എത്തിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ VA സജേഷ്, അനന്തകൃഷ്ണൻ, സഭാവതി, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരം കോൺഗ്രസ്കാർക്ക് വേണ്ടി മാത്രമല്ല സാധാരണക്കാർക്കും വേണ്ടിയാണെന്ന് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ പറഞ്ഞു. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് VS സജിത്, ബിജോയ് ബാബു, എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ ഏറ്റവും അധികം ഞാൻ പറഞ്ഞാൽ അതിശയോക്തിയൊന്നുമില്ല, ഏറ്റവും അധികം പോലീസ് അതിക്രമങ്ങൾക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസ് അധ്യക്ഷനായിരുന്നു. ജെയ്സൺ മാത്യു, SAA ആസാദ്, PN വൈശാഖ്, CA ശങ്കരൻകുട്ടി, ശ്രീകൃഷ്ണൻ, TV സണ്ണി, ജയൻ മംഗലം തുടങ്ങിയവർ സംസാരിച്ചു. 2023 ഏപ്രിൽ മാസം 5-ാം തീയതി കുന്നംകുളത്തെ പോലീസ് സബ് ഇൻസ്പെക്ടർ നോമാന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത ഇടവേള. ഗോബോ നന്ദിര T-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോൺക്രീറ്റ് ബീമുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി. റെഗുലേറ്ററിന്റെ 32 ഷട്ടറുകളിലുള്ള 10 വലിയ ബീമുകളാണ് ക്രെയിൻ ഉപയോഗിച്ച് സ്ഥാപിക്കുന്നത്. പ്രവൃത്തിയുടെ ഭാഗമായി വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ റെഗുലേറ്ററിന്റെ മുന്നിലെ റോഡിലൂടെയുള്ള ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് കപിലാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 13 മുതൽ തൃപ്രയാറിൽ ശ്രീനാരായണ ധർമ്മവിക്ഷയും ഗ്രന്ഥവിചാര സദസ്സും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് തൃപ്രയാർ മേൽ തൃക്കോവിൽ ശിവക്ഷേത്രം ഹാളിൽ നടക്കുന്ന ചടങ്ങ് ചെറുശ്ശേരി വിവേകാനന്ദാശ്രമം മുഖ്യ ഉപദേഷ്ടാവ് സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. എ സതീഷ് ചന്ദ്രൻ, കെ രവീന്ദ്രനാഥൻ, കെ ദിനേശ്, രാജേഷ്, വിജേഷ്, ശെൽവരാജ്, അജയൻ, ഷാന തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം 7-ാം വാർഡിൽ നിർമ്മിച്ച ഇന്ദിരാജി റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിച്ചത്. വാർഡ് മെമ്പർ PA ഷാജഹാൻ അധ്യക്ഷനായി. ഹനീഫ പുതിയ വീട്ടിൽ, മുഹമ്മദ് ഷെഫീഖ്, ആശാവർക്കർമാർ സുഭദ്ര, CDS അംഗം രമണി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ചതിന്റെ പ്രഖ്യാപനം 20-ന് നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് സ്വാഗത സംഘി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ചെയർമാനും സെക്രട്ടറി PM ഹസീബ് അലി കൺവീനറായും 101 അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. പെങ്ങാമുക്ക് റോഡിൽ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നു. ഹൈസ്കൂളിന് സമീപം നടുറോട്ടിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിന്റെ വാൽവിന്റെ ചോർച്ച മൂലം റോഡിൽ കുഴിയായി. ഈ കുഴിയിലൂടെ വെള്ളം ഒഴുകി സമീപത്തെ വീട്ടിലേക്ക് ഒഴുകുകയാണ്. കരിഞ്ചാൽ റോഡിന് സമീപം റോഡരികിൽ 2 മാസം മുൻപ് പൊട്ടിയ പൈപ്പ് ഇനിയും അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. പമ്പിംഗ് നടത്തുമ്പോഴെല്ലാം ഇവിടെ വെള്ളം പാഴാകുന്നുണ്ട്. പുത്തൻകുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ദിനകല രാധാകൃഷ്ണന്റെ വീടിന്റെ താക്കോൽദാനം ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചു. ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം KPCCയുടെ 1000 വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് കടവലൂർ പഞ്ചായത്തിലെ ആൽത്തറ കൊടമുക്കിൽ വീട് നിർമ്മിച്ചു നൽകിയത്. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നാസർ കല്ലായി അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, CC ശ്രീകുമാർ, K ജയശങ്കർ, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, MM മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു തീരുമാനം നടപ്പിലാക്കുവാൻ അതിന് ആർജവത്വം കാണിച്ച ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുക. വിയർപ്പിന്റെ ഗന്ധമുണ്ട് നിർമ്മാണ തൊഴിലാളിയായ NC ശശികുമാറിന്റെ കവിതകൾക്ക്. എരുമപ്പെട്ടി ഉമ്മിക്കുന്ന് സ്വദേശിയായ ശശികുമാർ തന്റെ ജീവിതാനുഭവങ്ങളുടെ തീച്ചുളയിൽ ഊതിക്കാച്ചിയെടുത്ത കവിതകൾ വെയിൽഗന്ധങ്ങൾ എന്ന പേരിൽ പുസ്തക രൂപത്തിൽ പുറം ലോകത്തെത്തിയിരിക്കുകയാണ്. സഹപാഠി കൂട്ടായ്മ 40 വർഷമായി കെട്ടിട നിർമ്മാണ രംഗത്ത് തൊഴിലെടുക്കുന്ന ശശികുമാർ താൻ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന വെയിലിനെ സുഹൃത്തായി കണ്ട് കഥാപാത്രമാക്കി എഴുതിയ കവിതയാണ് വെയിൽ ഗന്ധങ്ങൾ. സൂര്യാഘാതത്തെ പശ്ചാത്തലമാക്കി എഴുതിയ കവിതയിൽ വിയർപ്പിൽ മുഷിഞ്ഞവരെ സമൂഹം കയ്യകലത്തിലേക്ക് മാറ്റി നിർത്തുന്ന പ്രവണതയ്ക്കെതിരെയുള്ള വിമർശനവും പ്രതിഷേധവുമുണ്ട്. 40 വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ ജോലി ചെയ്ത് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളത് വെയിലായിട്ടാണ്. വെയിലിനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ് കാണുന്നത്. ആ ഒരു ചിന്തയിൽ നിന്നാണ് വെയിലിനെ കഥാപാത്രമാക്കിയിട്ട് ഞാൻ വെയിൽ ഗന്ധങ്ങൾ എന്ന കവിത എഴുതിയിട്ടുള്ളത്. ഒരു സൂര്യാഘാതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ളൊരു കവിതയാണത്. ഉയർത്ത് മുഷിഞ്ഞ ഒരാളിനെ കാണുമ്പോൾ വെള്ള ഷർട്ടിട്ട് നടന്ന ഒരാളെ അപരിചിതനാക്കുക, കൂടെ പഠിച്ച ഒരാളെ അപരിചിതനാക്കുക, അത്തരം ഒരു ചിന്തയിൽ നിന്ന് കൂടി ചേർത്ത് എഴുതിയിട്ടുള്ള കവിതയാണ് വെയിൽ ഗന്ധങ്ങൾ. അതേമാതിരിയുള്ള വിഷയങ്ങളാണ് യുദ്ധം, അതുപോലെ ഫാസിസം, മനുഷ്യനുണ്ടാകുന്ന ദുഃഖങ്ങൾ, ഇരവൽക്കരണം, ഇതൊക്കെയാണ് എൻ്റെ കവിതകളെ നല്ലപോലെ സ്വാധീനിക്കാറുള്ളത്. 200-ൽ പരം കവിതകൾ എഴുതിയിട്ടുണ്ട് ശശികുമാർ. ഇതിൽ തെരഞ്ഞെടുത്ത 70 കവിതകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളും പാർശ്വവൽക്കരണവും ഇരവൽക്കരണവും മനുഷ്യന്റെ ദുഃഖവും അധിനിവേശവുമെല്ലാം ശശികുമാറിന്റെ കവിതകളിലുണ്ട്. യുദ്ധത്തിനെതിരെ സാമൂഹിക മാധ്യമത്തിൽ എഴുതിയ ജയം എന്ന കവിത ഏറെ പ്രശംസ നേടിയിരുന്നു. ചിതറിക്കിടക്കുന്ന ജഡങ്ങൾക്കിടയിൽ മണ്ണിൽ മുഖം ചേർത്ത് കിടക്കുന്നു ഒരു പിഞ്ചു ജഡം. ചിതറിക്കിടക്കുന്ന ജഡങ്ങൾക്കിടയിൽ മണ്ണിൽ മുഖം ചേർത്ത് കിടക്കുന്നു ഒരു പിഞ്ചു ജഡം. അവനും മണ്ണിനുമിടയിൽ ദൈവം മരിച്ചു കിടക്കുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1982-83 വർഷത്തെ SSLC കൂട്ടായ്മയായ ഈ മനോഹര തീരത്ത് എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് അലുമിനി ബുക്സ് എന്ന പേരിൽ കവിതാ സമാഹാരം പുറത്തിറക്കുന്നത്. ഈ ബാച്ചിലെ അംഗമായ ചുമർ ചിത്രകാരൻ PK സദാനന്ദനാണ് കവിതകൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്.
ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കവി രാവുണ്ണി പുസ്തകം പ്രകാശനം ചെയ്യും. ചടങ്ങ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം TK വാസു ഉദ്ഘാടനം ചെയ്യും. TCV ന്യൂസ്, എരുമപ്പെട്ടി. മാള മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് NSS യൂണിറ്റുകൾ ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ IMAയുടെ സഹായത്തോടെ നടന്ന ക്യാമ്പ് അനമനട പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ലേഖ, പ്രധാനാധ്യാപിക സുജാത എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത്, വൈസ് പ്രസിഡന്റ് സിജോ ചക്കാലയ്ക്കൽ, പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ രക്തദാനം നടത്തി. തൊയക്കാവ് RCUP വിദ്യാർത്ഥികൾക്കും സ്വദേശത്തും വിദേശത്തുമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾക്കുമായി ഓൺലൈനായി ഗ്ലോബൽ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നേർന്ന പൊതുയോഗത്തിൽ ക്യാഷ് അവാർഡും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ച 2 പുസ്തകങ്ങളും സ്കൂൾ മാനേജർ ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ വിജയികൾക്ക് സമ്മാനിച്ചു. കൺവീനർ ജെയിംസ് മുട്ടിക്കൽ, ജോയിന്റ് കൺവീനർമാരായ സ്റ്റെല്ല ജോൺ, ശശി ഒല്ലേക്കാട്ട്, ഹെഡ് മിസ്ട്രസ് സിനി സൈമൺ, PTA പ്രസിഡന്റ് നിക്സൺ തലക്കോട്ടൂർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിയാഴ്ച മുതൽ തൃശൂർ മാന്നാമംഗലം റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. 5 ദിവസം തുടർച്ചയായി പണികൾ നടക്കും. മാർ അപ്രീം പള്ളി മുതൽ ജൂബിലി മിഷൻ ആശുപത്രി വരെയുള്ള റോഡിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചു. അന്നേ ദിവസങ്ങളിൽ വാഹനയാത്രക്കാർ മറ്റു വഴികൾ വിനിയോഗിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്റർ സ്കൂൾ ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു. ക്രൈസ്റ്റ് വിദ്യാനികേതനിലെ സ്കൂളിലെ ഇന്റർനാഷണൽ അക്വാറ്റിക് കോംപ്ലക്സിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. സമാപന ചടങ്ങിൽ ചലച്ചിത്ര താരം ജയശ്രീ ശിവദാസ്, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് R സദാശിവൻ എന്നിവർ സമ്മാനദാനം നിർവഹിക്കും. പാവറട്ടിൽ റോഡരികിൽ വളർന്ന പൊന്തക്കാടും പാഴ്പുല്ലും വെട്ടി വൃത്തിയാക്കി യുവാക്കളുടെ കൂട്ടായ്മ. കോഴിത്തോട് ബണ്ട് റോഡ്, മൃഗാശുപത്രി റോഡ്, സെന്റ് തോമസ് റോഡ് എന്നിവയുടെ അരികിലുള്ള കുറ്റിച്ചെടികളും പൊന്തക്കാടുകളുമാണ് വെട്ടി വൃത്തിയാക്കിയിട്ടുള്ളത്. പൊതുപ്രവർത്തകനായ സാംസൺ ചിരേക്കണ്ടത്ത്, OM ഫ്രാൻസിസ്, KJ തോബിയാസ് എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ അഴീക്കോട് വലയിൽ മലമ്പാമ്പ് കുടുങ്ങി. പൂച്ചക്കടവ് പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് വീടിന്റെ മേഖലയിൽ കെട്ടിയിട്ട വലയിലാണ് 7 അടി നീളമുള്ള മലമ്പാമ്പ് കുടുങ്ങിയത്. പരിസരവാസികളായ അബ്ദുൾ ഹബീബ്, മുഹമ്മദ് യാസിർ എന്നിവരുടെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജി മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. 1 മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചത് 6 പേർ. പോലീസ് കസ്റ്റഡി മർദ്ദനം തുടർക്കഥയാകുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കരിക്ക് കൊണ്ടുള്ള മർദ്ദനത്തിനിരയായ മധ്യവയസ്കൻ ഇപ്പോഴും ചികിത്സ തുടരുന്നു. 2 വാരിയലുകൾ പൊട്ടിയ അരിമ്പൂർ സ്വദേശി സുനിൽകുമാറും ഇപ്പോഴും ചികിത്സയിലാണ്. കുറുക്കഞ്ചേരി കൃഷിഭവന് മുൻപിലെ ഓപ്പൺ ജിം പാർക്കിലെ ലൈറ്റ് പോർട്ട് സാമൂഹ്യ വിരുദ്ധർ തകർത്തു. സംഭവത്തിൽ നെടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി റാപ്പർ വേടന്റെ സഹോദരൻ. വേടനെതിരെ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യം. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ശ്രമമെന്നും പരാതിയിൽ സഹോദരൻ. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം പിന്നിടുന്നു. പുനർനിർമ്മാണം നടക്കാത്തതിനാൽ ആശങ്കയോടെ കർഷകർ.
പന്നിയങ്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പരാതി നൽകി. ദേശീയപാത അതോറിറ്റിക്കും കളക്ടർക്കുമാണ് പരാതി നൽകിയത്. ഓണം കഴിഞ്ഞതോടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞതും ആവശ്യക്കാർ കുറവായതും കർഷകരെ ദുരിതത്തിലാക്കുന്നു. പതിവില്ലാത്ത വിധം മഴ നീണ്ടുനിന്നത് കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.